പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് കടന്നാൽ ആദ്യം നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണല്ലേ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സ്ഫോടനം മിനിങ്ങാന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി ഉണ്ടാകുന്ന, അല്ലെ 6:55 7 മണിയോടുകൂടി ഉണ്ടാകുന്ന ഒരു സ്ഫോടനം. അതിന് പിന്നാലെ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെയായിരുന്നു. ആ സ്ഫോടനം ഉണ്ടായത് എങ്ങനെ, ആരാണ്, എന്തിന് ചെയ്തു, എന്തായിരുന്നു ഉപയോഗിച്ച ദ്രാവകം, എന്തായിരുന്നു, ഈ ഫരീദാബാദിനും ഈ സ്ഫോടനവും തമ്മിലുള്ള ബന്ധം എന്താണ്, അറസ്റ്റിലായവർക്ക് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്, അവരുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെയും നേരിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. ഉന്നതതല യോഗം ചേരുന്നു. അതിന് പിന്നാലെ NIA കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു തുടങ്ങി. പിന്നീട് NIA കണ്ടെത്തലുകളും ഒക്കെയും വന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ നമുക്ക് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, പുതിയ അപ്ഡേഷനുകളിലേക്ക്, ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകളിലേക്കൊക്കെയും തന്നെ പോകാം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഗൂഢാലോചനയുടെ കേന്ദ്രം തേടുകയാണ് നിലവിൽ NIA. അടിവേരുകൾ കണ്ടെത്താൻ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. കസ്റ്റഡിയിലുള്ളവരെ വളരെ വിശദമായി ചോദ്യം ചെയ്യും. ചാവേർ ആക്രമണം അല്ല എന്ന നിഗമനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു തത്സമയം ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാജ്യ തലസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സ്ഫോടനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചെങ്കോട്ട സ്ഫോടനം. അതിന് പിന്നാലെ ദേശീയ അന്വേഷണ ഏജൻസി കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. അതിന് ശേഷം അവരുടെ ഒരു കണ്ടെത്തൽ, ഇതിപ്പോൾ ഒരു പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സ്ഫോടനമല്ല. ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഇപ്പോൾ NIA നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്, കസ്റ്റഡിയിലുള്ളവർക്ക് ഇതുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്, കൂടുതൽ പേരുടെ ബന്ധുക്കളെ അടക്കം ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശരത്ത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അന്വേഷണ ഏജൻസി അരിച്ചു പെറുക്കി കേസ് നടത്തുന്നു പറയാൻ കാരണം ഇന്നലെ ഏറെ വൈകുന്നവരെ ഫോറൻസിക് വിഭാഗം ഈ പ്രദേശത്ത് വീണ്ടും തെരച്ചിൽ നടത്തിയിരുന്നു. പല ദൃക്സാക്ഷികളിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തിരുന്നു. ആ സമയത്ത് പകർത്തിയിരുന്ന മുഴുവൻ മൊബൈൽ ഫോണിൽ നിന്നുള്ള പിക്ചറുകൾ, അതായത് ആ സമയം ട്വിറ്ററിലും അതേപോലെ തന്നെ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളും പോസ്റ്റ് ചെയ്തവരെയൊക്കെ തന്നെ ഇത് സംബന്ധിച്ച ദൃക്സാക്ഷികളെ NIA വിവരം ശേഖരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ഏത് രാസപദാർത്ഥമാണ്, അല്ലെങ്കിൽ ഏതാണ് RDX ആണോ അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് ആണോ ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് എന്നത് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം NSAയുടെ എക്സ്പ്ലോസീവ്സ് വിഭാഗമാണ് ഇത് പരിശോധിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടെ ലഭിക്കുള്ളൂ എന്നാണ് NIA വൃത്തങ്ങൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പൊട്ടിത്തെറിച്ച കാറിൻ്റെ ടയറിൽ നിന്ന്, അതായത് ടയറിലും മറ്റ് ബോണറ്റിൽ നിന്നും കുറച്ച് പൊടികൾ, വെളുത്ത പൊടികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് എന്താണ് ഈ പൊടി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വളരെയധികം അന്വേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ പരിശോധന നടത്തുന്നത്. ആ പൊടിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണം ഈ ചെറിയ യാതൊരുവിധ ലോഹച്ചീളുകളോ അല്ലെങ്കിൽ കുപ്പിച്ചിരികളോ ആണികളോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയധികം നാശനഷ്ടം വിധിക്കാൻ കാരണമായ ഈ സ്ഫോടക വസ്തു എന്താണ് എന്നാണ് ഈ NIA സംഘത്തെ ഇപ്പോൾ കുഴക്കുന്ന പ്രധാന പ്രശ്നം. ഇത് എങ്ങനെ ഇവർക്ക് ലഭിച്ചു, എവിടെ നിന്ന് ലഭിച്ചു, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്, ഇന്ത്യക്ക് പുറത്തു നിന്നാണോ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന തരം സ്ഫോടന വസ്തുക്കളാണ് ഇതെന്ന ഒരു നിഗമനം പ്രാഥമികമായിട്ടുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് വളരെയധികം ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത്രയധികം സ്ഫോടക വസ്തു എവിടെ നിന്ന് ലഭിച്ചു, അല്ലെങ്കിൽ അത് എങ്ങനെ ഡൽഹിയിൽ എത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വൻ സുരക്ഷാ വീഴ്ചയിലേക്ക് വഴിചൂണ്ടുന്ന കാര്യങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ NIA അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ ഏത് വസ്തു ഉപയോഗിച്ചാണ് ഈ പൊട്ടിത്തെറി നടത്തിയത് എന്ന് വ്യക്തമാക്കും. ഇതിലെ ശ്രീലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വൈറ്റ് കോളർ ടെററിസം ഇവിടെ എന്നാണ് ഇപ്പോൾ NIAയുടെ അന്വേഷണത്തിന് പ്രധാന പരിധിയിൽ വരുന്നത്. കിടവി ഡോക്ടർമാരുമായിട്ടും അല്ലെങ്കിൽ അവരുമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ള ഏതൊക്കെ വ്യക്തികൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ട്, ഇതേ രീതിയിൽ തന്നെ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഡൽഹിയിൽ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ മറ്റു സംസ്ഥാനം, അതായത് ബോംബെ, ചെന്നൈ അതുപോലുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തും
സാധ്യതകളാണ് ഇപ്പോൾ NIA പരിശോധിക്കുന്നത്, ഇന്റലിജൻസ് ബ്യൂറോ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ആ തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നതാണ് ഇപ്പോൾ NIA പരിശോധിക്കുന്നത്. ഏതായാലും പാർലമെന്റിലും അല്ലെ പ്രതിപക്ഷവും ഇപ്പോൾ യാതൊന്നും പറയുന്നില്ല. എന്നാൽ കടുത്ത സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇത്രയും നഗര കേന്ദ്രത്തിൽ ഇത്രയും സുരക്ഷാ വീഴ്ച ഉണ്ടല്ലോ. ഇപ്പം ശരത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു കേന്ദ്രത്തിൽ, അതായത് രാജ്യ തലസ്ഥാനത്ത്, അതും ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു കാറ് 3 മണിക്കൂറായിട്ട് അവിടെ കിടക്കുന്നു. അതിനുശേഷം അത് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നിശ്ചയമായ അവിടെ ഒരു സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട്. മാത്രമല്ല നോക്കൂ ശരത്ത്, തന്ത്രപ്രധാനമായ ഭാഗങ്ങളെല്ലാം ഇതിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. ഇപ്പം ഇന്ത്യ ഗേറ്റ് ആവട്ടെ, പാർലമെന്റ് മന്ദിരമാകട്ടെ, ചെങ്കോട്ടയാകട്ടെ, ഇതൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് ഇത് എന്ത് ലക്ഷ്യം വെച്ച് നടന്ന ഒരു സ്ഫോടനമാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ഇനി വ്യക്തത വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമൊക്കെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാമോ? സേതുലക്ഷ്മി പറഞ്ഞ പോലെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ചെങ്കോട്ടയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ആയാലും പാർലമെൻറ്റായി, അല്ലെ വളരെ പ്രധാനമന്ത്രി വീടിലേക്ക് 7.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, സുപ്രീം കോടതിയിലേക്ക് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത്രയും അല്ല കൊണോട്ട് പ്ലേസിലേക്ക് അല്ലെ ചാന്ദിനി ചൗക്കിലേക്ക് വെറും 500 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇത്രയും തൊട്ട മുമ്പിലാണ് റെഡ് ഫോർട്ട്, പറയേണ്ട കാര്യമില്ല. ഇത്രയും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് നേരത്തെ തന്നെ വളരെ പ്രധാനമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷം പറയാത്തത്. അന്വേഷണം നടക്കട്ടെ, കാത്തിരുന്നു കാണാം എന്നുള്ളതാണ്. പാർലമെന്റ് ഡിസംബർ 1 ഏതായാലും പാർലമെന്റ് 15 ദിവസം കഴിഞ്ഞാൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇക്കാര്യങ്ങൾ വൻ വിഷയമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസും അതുപോലെ ഇപ്പോൾ ആകെ പ്രതികരിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. എന്നാൽ അദ്ദേഹം അതിനുശേഷം പ്രതികരിച്ചിട്ടില്ല. കാരണം അന്വേഷണം എങ്ങോട്ട് പോകുന്നു, എന്താണ് അന്വേഷണത്തിലെ പുരോഗതി, എന്തൊക്കെയാണ് പുറത്തു വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. ഏതായാലും പ്രതിപക്ഷം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ്. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണാൻ കഴിയും. പ്രധാനമന്ത്രിയും അമിത്ഷായും ബീഹാറിൽ താമസം മാറ്റിയപ്പോൾ ഇവിടെ സുരക്ഷ താഴോട്ട് പോയി എന്നാണ് സഞ്ജയ് സിംഗ് വ്യക്തമായി, അതായത് രാജ്യസഭ MP ആപ്പിന്റെ ഈ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകളൊക്കെ ഇനി എങ്ങനെയായിട്ട് വരും, എങ്ങനെയൊക്കെ ഈ അന്വേഷണം മുന്നോട്ട് പോകും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രതികരണം സുരക്ഷാ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമോ എന്നുള്ളത്. കാരണം ഇപ്പോൾ പെഹൽഗാം അറ്റാക്ക് ഒക്കെ നടന്ന ടൈമിൽ നിശ്ചയമായിട്ടും അവിടെ ഒരു വലിയ ഭീകരമായ സുരക്ഷാ വീഴ്ചയൊക്കെ നടന്നിട്ടില്ല. പിന്നെ സംഭവം ഉണ്ടായി, നമ്മൾ ഒരു രാജ്യം ഒന്നാകെ തന്നെ ആക്രമണത്തെ അതിജീവിച്ചു. കുറ്റക്കാരായവർക്കെതിരെ ഭീകരവാദികളെ ഭീകര കേന്ദ്രത്തിൽ പോയി തന്നെ നമ്മൾ തക്കതായി മറുപടി കൊടുത്തു. അതിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും ഈ വരാത്തൊരു കാര്യം, ആ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശദീകരണമാണ്. ഇവിടുത്തെ 145 കോടി ജനങ്ങൾക്കും അതറിയാനുള്ളൊരു താല്പര്യമുണ്ടായിരിക്കും. അവരോടത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമൊന്നും ഇത് ഇപ്പോഴും കേട്ടിട്ടൊന്നുമില്ല, പൂർണ്ണാർത്ഥത്തിൽ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അങ്ങനെ ഒരു വിശദീകരണമൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുമോ എന്നുള്ള കാര്യം സംശയമാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം എങ്ങനെ പോകുന്നു, നടന്ന സംഭവം എന്താണ്, അത് നമുക്ക് ആദ്യം അറിയണം അല്ലേ. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്, ആരാണ്, എന്താണ് ഈ ഫരീദാബാദിലെ ഈ വസ്തുക്കൾ പിടികൂടിയതും ഈ സ്ഫോടനവും തമ്മിൽ എന്തൊക്കെയാണ് കണക്ഷൻ ഉള്ളത്, കസ്റ്റഡിയിലുള്ളവർക്ക് ഇതുമായിട്ടുള്ളൊരു ബന്ധം, ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുകളാണോ, വൈറ്റ് കോളർ ഭീകരതയാണോ നടന്നത്, ഒപ്പം തന്നെ വനിതാ സെല്ലിന്റെ ഇവിടെ പ്രവർത്തനമുണ്ടെന്ന് പറയുന്നു, അറസ്റ്റിലായ ഡോക്ടർ ഷാഹിന. അപ്പോൾ അവരുടെ കൂടുതൽ കാര്യങ്ങളും ഒക്കെയും അറിയേണ്ടതുണ്ട്.